ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഒരു ബയോളജി ക്ലാസ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, അതുപോലെ കമ്പനി ബോർഡ് LGS, കമ്പനി ബോർഡിൽ വരുന്ന ഏകദേശം എല്ലാ എക്സാമുകൾക്കും പറ്റുന്ന പോലത്തെ ഒരു ക്ലാസ്സുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് രക്തം എന്ന ടോപ്പിക്കുമായിട്ട്, രക്തപര്യായന വ്യവസ്ഥ എന്ന ടോപ്പിക്കുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ രക്തപര്യായന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം. ഈ മൂന്നെണ്ണമാണ് രക്തപര്യായന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള രക്തപര്യായന വ്യവസ്ഥയാണുള്ളത്. ഒന്ന് അടഞ്ഞ രക്തപര്യായനം, രണ്ട് തുറന്ന രക്തപര്യായനം. അങ്ങനെ രണ്ട് തരത്തിലുള്ളതാണുള്ളത്. രക്തം നേരിട്ട് കോശങ്ങളിൽ എത്താതെ രക്തക്കുഴലുകളിലൂടെ ഒഴുകുന്ന പര്യായനമാണ് അടഞ്ഞ രക്തപര്യായനം. നമ്മുടെ ശരീരത്തിലൊക്കെ നമ്മുടെ രക്തക്കുഴലുകളിലൂടെയാണ് അല്ലേ രക്തം ഒഴുകുന്നത്. അതാണ് അടഞ്ഞ രക്തപര്യായനം എന്ന് പറയുന്നത്. അപ്പോൾ തുറന്ന രക്തപര്യായനം എന്തായിരിക്കാം? രക്തത്തിന് സമാനമായ ശരീരദ്രവം ശരീര അറകളിൽ നിറഞ്ഞു നിൽക്കുകയും ശരീരകലകളിൽ നേരിട്ട് സമ്പർക്കം പുലർത്തുകയും ചെയ്യുന്ന പര്യായനമാണ് തുറന്ന രക്തപര്യായനം എന്ന് പറയുന്നത്. അത് പാറ്റ, ചിലന്തി എന്നിവയിലാണ്. അപ്പോൾ അടഞ്ഞ പര്യായനം മനുഷ്യ ശരീരത്തിൽ കുഴലുകളിലൂടെ പോകുന്നത്. തുറന്ന രക്തപര്യായനം രക്തത്തിന് സമാനമായ ശരീരദ്രവം ശരീര അറകളിൽ നിറഞ്ഞു നിൽക്കുകയും ശരീരകലകളുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുകയും ചെയ്യുന്നത് തുറന്ന രക്തപര്യായനം. അതിന് ഉദാഹരണം പാറ്റ, ചിലന്തി എന്നിവയാണ്. രക്തപര്യായന വ്യവസ്ഥ കണ്ടെത്തിയത് ആരാണ്? വില്യം ഹാർവിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. രക്തപര്യായന വ്യവസ്ഥ കണ്ടെത്തിയത് വില്യം ഹാർവിയാണ്. നമ്മുടെ രക്തം അറിയപ്പെടുന്നത് എന്താണ്? ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് രക്തമാണ്. ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് എന്താണ്? രക്തമാണ്. രക്തത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഹെമറ്റോളജിയാണ് രക്തത്തെക്കുറിച്ചുള്ള പഠനം. ദ്രാവക രൂപത്തിലുള്ള ഒരു യോജക കലയാണ് രക്തം എന്ന് പറയുന്നത്. രക്തത്തിന്റെ ധർമ്മം എന്തൊക്കെയാണ് പറഞ്ഞാൽ ശ്വസനവാതകങ്ങളുടെ സംവഹനവും പോഷകങ്ങളുടെ സംവഹനം, അതുപോലെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഒരേ താപനില നിലനിർത്താൻ സഹായിക്കുന്നു എന്നിവയെല്ലാം രക്തങ്ങളുടെ ധർമ്മത്തിൽ വരുന്നതാണ്. മനുഷ്യ രക്തത്തിന്റെ അളവ് എന്ന് പറയുന്ന 5 മുതൽ 6 ലിറ്റർ വരെയാണ്. രക്തത്തിന്റെ pH മൂല്യം എത്രയാണ്? 7.4 രക്തത്തിന്റെ pH മൂല്യം എന്ന് പറയുന്നത്. രക്തം ശുദ്ധീകരിക്കുന്ന അവയവമാണ് ശ്വാസകോശം. മനുഷ്യ ശരീരത്തിൽ രക്തം അരിച്ച് ശുദ്ധീകരിക്കുന്ന അവയവം ചോദിക്കുകയാണ് പറഞ്ഞാൽ അത് വൃക്കയാണ്. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗ്ലൂക്കോസ് ആണ്. ഒരു മനുഷ്യരിൽ മുറിവുണ്ടായാൽ സാധാരണഗതിയിൽ 2 മുതൽ 7 മിനിറ്റ് വരെ രക്തസ്രാവവും 8 മുതൽ 15 മിനിറ്റിനുള്ളിൽ രക്തം കട്ട പിടിക്കുകയും ചെയ്യും. നമ്മൾ പറഞ്ഞു ദ്രാവക രൂപത്തിലുള്ള ഒരു യോജക കലയാണ് രക്തം എന്ന് പറഞ്ഞു. രക്തത്തിൽ 55% പ്ലാസ്മയും 45% രക്തകോശങ്ങളും അടങ്ങിയിരിക്കുന്നു. അപ്പോൾ 55% എന്താണ് അടങ്ങിയിരിക്കുന്നത്? പ്ലാസ്മയും 45% ഉള്ളത് രക്തകോശങ്ങളുമാണ്. ഈ രക്തകോശങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അരുണരക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ എന്നിവ. അപ്പം പ്ലാസ്മയെ കൂടാതെ അരുണരക്താണു, ശ്വേതരക്താണു, പ്ലേറ്റ്ലെറ്റുകൾ എന്നിവയുമാണ് രക്തത്തിൽ അടങ്ങിയിരിക്കുന്നത്. മനുഷ്യ രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തു ഏതാണ്? ഹെപ്പാരിനാണ്. ഹെപ്പാരിനാണ് രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തു. ഈ രാസവസ്തു നിർമ്മിക്കുന്നത് കരളിൽ വെച്ചിട്ടാണ്. എവിടെ വെച്ചിട്ടാണ്? കരളിൽ വെച്ചിട്ടാണ്. അതേത് ബ്ലഡ് ബാങ്കുകളിൽ രക്തം കട്ടപിടിക്കുന്നത് തടയാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണെന്ന് ചോദിച്ചാൽ സോഡിയം സിട്രേറ്റ് ആണ്. സോഡിയം സിട്രേറ്റ് ആണ്. ബ്ലഡ് ബാങ്കുകളിൽ രക്തം സൂക്ഷിക്കുന്ന താപനില എന്ന് പറയുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. 4 ഡിഗ്രി സെൽഷ്യസിലാണ്. നമ്മൾ പറഞ്ഞു ദ്രാവക രൂപത്തിലുള്ള യോജക കലയാണ് രക്തം എന്ന് പറഞ്ഞത്. അപ്പോൾ ആ രക്തത്തിൽ പ്ലാസ്മയുണ്ട്, അരുണരക്താണു, ശ്വേതരക്താണു, പ്ലേറ്റ്ലെറ്റുകൾ എന്നിവയാണ് ഉള്ളത്. ഇനി പ്ലാസ്മ ഇളം മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നു. 90 മുതൽ 92% വരെയും പ്ലാസ്മയിൽ എന്താണ് അടങ്ങിയിട്ടുള്ളത്? ജലമാണ് അടങ്ങിയിട്ടുള്ളത്. 90 മുതൽ 92% വരെയും ജലം അടങ്ങിയിരിക്കുന്നു. ബാക്കി 7 മുതൽ 8% വരെ അടങ്ങിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പ്രോട്ടീനാണ് അടങ്ങിയിരിക്കുന്നത്. 7 മുതൽ 8% വരെ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു. ബാക്കി 1 മുതൽ 2% വരെ മറ്റു ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു. മറ്റു
ഘടകങ്ങൾ, ഹോർമോണുകൾ, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, കൊഴുപ്പ്, ലവണങ്ങൾ, യൂറിയ എന്നിവയെല്ലാം മറ്റു ഘടകങ്ങളിൽ പെടുന്നവയാണ്. രക്തത്തിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ രക്തത്തിലെ ദ്രാവക ഭാഗം പ്ലാസ്മയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ എത്ര ശതമാനം, അതിൽ 90 മുതൽ 92% വരെ എന്താണുള്ളത്? ജലമാണുള്ളത്. അതിൻ്റെ കളറ് ഇളം മഞ്ഞ നിറമാണ് പ്ലാസ്മയുടെ കളറ് എന്ന് പറയുന്നത്. പ്ലാസ്മയിൽ പ്രോട്ടീനിൻ്റെ അളവ് എന്ന് പറയുന്നത് 7 മുതൽ 8% വരെയാണ്. പ്ലാസ്മയിലെ മറ്റു ഘടകങ്ങൾ 1 മുതൽ 2% വരെയാണുള്ളത്. ആ 1 മുതൽ 2% വരെ ഉള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഹോർമോണുകളും, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, കൊഴുപ്പ്, ലവണങ്ങൾ, യൂറിയ എന്നിവയൊക്കെയാണ് ആ 1 മുതൽ 2 വരെയുള്ള ശതമാനത്തിൽ പെടുന്നത്. ദഹനഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ തുടങ്ങിയ ലഘുഘടകങ്ങൾ കോശങ്ങളിൽ എത്തിക്കുന്നത് പ്ലാസ്മയിലൂടെയാണ്. ഏതിലൂടെയാണ്? പ്ലാസ്മയിലൂടെയാണ് ദഹനഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ തുടങ്ങിയ ലഘുഘടകങ്ങൾ കോശങ്ങളിൽ എത്തിക്കുന്നത്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയുള്ള പ്ലാസ്മയെ വിളിക്കുന്ന പേരാണ് സിറം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയുള്ള പ്ലാസ്മയെ വിളിക്കുന്ന പേരെന്താണ്? സിറം എന്നാണ്. ഇനി പ്ലാസ്മ പ്രോട്ടീനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്ലാസ്മ പ്രോട്ടീനുകളാണ് ഗ്ലോബുലിൻ, ആൽബുമിൻ, ഫൈബ്രിനോജിൻ എന്നിവ. അപ്പോൾ പ്ലാസ്മ പ്രോട്ടീൻ ഏതൊക്കെയാണ്? ഗ്ലോബുലിൻ, ആൽബുമിൻ, ഫൈബ്രിനോജിൻ എന്നിവ പ്ലാസ്മ പ്രോട്ടീനുകളാണ്. അതിൽ ഗ്ലോബുലിൻ്റെ ധർമ്മം എന്താണ്? രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു. ഗ്ലോബുലിൻ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു, അതായത് ആൻറ്റിബോഡികളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നതാണ് ഗ്ലോബുലിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. ആൽബുമിൻ്റെ ധർമ്മം എന്താണ്? രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്നു. ആൽബുമിൻ്റെ ധർമ്മം രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്നു. മൂന്നാമത്തെ ഏതാണ്? ഫൈബ്രിനോജൻ്റെ ധർമ്മം എന്താണ്? രക്തം കട്ടപിടിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഫൈബ്രിനോജനാണ്. അപ്പം നമ്മൾ രക്തം കട്ടപിടിക്കുന്നതായി പഠിക്കുമ്പോൾ നമുക്ക് വിറ്റാമിൻ കെ പഠിച്ചിട്ടില്ലേ? അതുപോലെ ചോദിക്കുന്ന ഒന്നാണ് പ്ലാസ്മ പ്രോട്ടീൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ് എന്ന് ചോദിച്ചാൽ ഫൈബ്രിനോജിനാണ്, തെറ്റിക്കരുത്. അടുത്തത് അരുണ രക്താണുക്കൾ. നമ്മൾ പറഞ്ഞു രക്തകോശങ്ങളിൽ 3 എണ്ണാണുള്ളത്. അരുണ രക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ എന്നിവയാണ് അരുണ രക്താണുക്കളെയാണ് റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. ചുവന്ന രക്താണുക്കൾ എന്നെല്ലാം പറയുന്നത് എന്തിനെയാണ്? അരുണ രക്താണുക്കളിനെയാണ്. രക്തത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങൾ ഏതാണ്? ഈ അരുണ രക്താണുക്കളാണ്. ഇതിൻ്റെ ശാസ്ത്രീയ നാമമാണ് എറിത്രോസൈറ്റ്സ് എന്ന് പറയുന്നത്. അരുണ രക്താണുക്കളുടെ ശാസ്ത്രീയ നാമം എന്താണ്? എറിത്രോസൈറ്റ്സ് എന്നാണ്. ഇതിന് ഡിസ്കിൻ്റെ ആകൃതിയാണുള്ളത്. അരുണ രക്താണുക്കളുടെ ധർമ്മം എന്തെല്ലാമാണെന്ന് ചോദിച്ചാൽ ശ്വസനവാതകങ്ങളുടെ സംവഹനമാണ് അരുണ രക്താണുവിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ എറിത്രോസൈറ്റ്സ് എന്നറിയപ്പെടുന്നു, അതാണ് ശാസ്ത്രീയ നാമം. എറിത്രോസൈറ്റ്സ് എന്നാണ്. റെഡ് ബ്ലഡ് സെൽസ് ആണവ. ഡിസ്കിൻ്റെ ആകൃതിയാണ്. ശ്വസനവാതകങ്ങളുടെ സംവഹനമാണ് ഇവയുടെ ധർമ്മം എന്ന് പറയുന്നത്. ഇവ 1 മില്ലിലിറ്റർ രക്തത്തിൽ 45 ലക്ഷം മുതൽ 60 ലക്ഷം വരെ അരുണ രക്താണുക്കൾ ഉണ്ടാകും. എത്ര ഉണ്ടാവും? 45 ലക്ഷം മുതൽ 60 ലക്ഷം വരെ അരുണ രക്താണുക്കൾ കാണപ്പെടും 1 മില്ലിലിറ്റർ രക്തത്തിൽ. ഈ അരുണ രക്താണുക്കൾ എവിടെയാണ് രൂപം കൊള്ളുന്നത് എന്ന് ചോദിച്ചാൽ അസ്ഥിമജ്ജയിലാണ് രൂപം കൊള്ളുന്നത്. അപ്പോൾ അരുണ രക്താണുക്കൾ എവിടെയാണ് രൂപം കൊള്ളുന്നത്? അസ്ഥിമജ്ജയിലാണ് രൂപം കൊള്ളുന്നത്. ഇവയ്ക്ക് മർമ്മമില്ല. 120 ദിവസം വരെയാണ് ഇവയുടെ ആയുസ് എന്ന് പറയുന്നത്. ഈ അരുണ രക്താണുക്കൾക്ക് റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അതിൻ്റെ കളർ എന്താണ്? റെഡ് ആണ്. ആ റെഡ് നിറം നൽകുന്നത്, ആ ചുവപ്പ് നിറം നൽകുന്നത് ആരാണ് പറഞ്ഞാൽ ഹീമോഗ്ലോബിൻ എന്ന മാംസ്യമാണ് അരുണ രക്താണുക്കൾക്ക് ചുവന്ന നിറം നൽകുന്നത്. ഈ അരുണ രക്താണുക്കൾ നശിക്കുന്നത് എവിടെ വെച്ചിട്ടാണെന്ന് ചോദിച്ചാൽ പ്ലീഹയിൽ വെച്ചിട്ടാണ് നശിക്കുന്നത്. അരുണ രക്താണുക്കളുടെ ശവപ്പറമ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്ലീഹയാണ്. അരുണ രക്താണുക്കളുടെ അളവ് കൂടിയാൽ ഉണ്ടാകുന്ന രോഗമാണ് പോളിസൈത്തീമിയ. അരുണ രക്താണുക്കൾ
അരിവാൾ പോലെ വളയുന്ന രോഗമാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പഠിച്ചത് എന്താണ്? നേരത്തെ പ്ലാസ്മയെ കുറിച്ച് പറഞ്ഞു, ഇനി പ്ലാസ്മ പ്രോട്ടീൻസിനെ കുറിച്ച് പറഞ്ഞു. രക്തകോശങ്ങളിൽ അരുണ രക്താണുക്കളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അരുണ രക്താണു പറഞ്ഞപ്പോൾ ഫസ്റ്റ് അതിൻ്റെ പേരെന്താണ്? അതിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? എറിത്രോസൈറ്റ്സ് എന്നാണ്. ഇത് ചുവന്ന രക്താണുക്കളാണ്. ഈ ചുവന്ന രക്താണുവിന് കളർ നൽകുന്ന മാംസ്യം ഏതാണ് ചോദിച്ചു. അതേതാണ്? ഹീമോഗ്ലോബിൻ ആണെന്ന് പറഞ്ഞു. 120 ദിവസം വരെയാണ് ആയുസ് എന്ന് പറഞ്ഞു. 1 മില്ലി ലിറ്റർ രക്തത്തിൽ 45 ലക്ഷം മുതൽ 60 ലക്ഷം വരെ അരുണ രക്താണുക്കളാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. ഇവ രൂപം കൊള്ളുന്നത് അസ്ഥിമജ്ജയിലും ഇവ നശിച്ചു പോകുന്നത് എവിടെ വെച്ചിട്ടാണ്? പ്ലീഹയിൽ വെച്ചിട്ടുമാണ് എന്ന് പറഞ്ഞു അല്ലേ. ആ പ്ലീഹനെ എന്തെന്നാണ് അറിയപ്പെടുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്? അരുണ രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നാണ് അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞു. പിന്നെ അരുണ രക്താണുക്കൾക്ക് എന്തില്ല എന്ന് പറഞ്ഞു? മർമ്മം. അരുണ രക്താണുക്കൾക്ക് മർമ്മം ഇല്ല എന്നും നമ്മൾ പറഞ്ഞു. അതുപോലെ അരുണ രക്താണുക്കളുടെ ധർമ്മം എന്താണെന്നാണ് പറഞ്ഞത്? ശ്വസന വാതകങ്ങളുടെ സംവഹനമാണ് അരുണ രക്താണുക്കളുടെ ധർമ്മം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് അരുണ രക്താണുക്കളെ കുറിച്ചിട്ടുള്ളത്. ഇനി അരുണ രക്താണുക്കളെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ അരുണ രക്താണുവിന് കളർ നൽകുന്ന ഒരു മാംസ്യമാണ്, അതിൻ്റെ പേരാണ് ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഹീമോഗ്ലോബിനെ കുറിച്ചും കൂടി ഒന്ന് നോക്കിയിട്ട് പോവാം. ഹീമോഗ്ലോബിൻ രക്തത്തിലെ ഓക്സിജന്റെ ആഗിരണം ചെയ്യുകയും അതുപോലെ സംവഹിക്കുന്നതിനും സഹായിക്കുന്നത് ആരാണെന്ന്? ഹീമോഗ്ലോബിനാണ്. രക്തത്തിലെ ഓക്സിജൻ ആഗിരണം ചെയ്യുന്നതും സംവഹിക്കുന്നതും ആരിലൂടെയാണ്? ഹീമോഗ്ലോബിനിലൂടെയാണ്. ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നത് അരുണ രക്താണുക്കളിലാണ്. എവിടെയാണ് അടങ്ങിയിരിക്കുന്നത്? അരുണ രക്താണുക്കളിലാണ് അടങ്ങിയിരിക്കുന്നത്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ചോദിച്ചാൽ, ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇരുമ്പാണ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പാണ്. 4 പ്രോട്ടീൻ ഇഴകളും ഇരുമ്പടങ്ങിയ ഹീമും ചേർന്നാണ് ഹീമോഗ്ലോബിൻ്റെ ഘടന. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്നത് എന്ത് ലോഹമാണെന്ന് ചോദിച്ചാൽ അത് ഇരുമ്പാണ്. ഈ ഹീമിലെ ഇരുമ്പുമായാണ് ഓക്സിജൻ കൂടിച്ചേരുന്നത്. ഹീമിലെ ഇരുമ്പുമായിട്ടാണ് എന്ത് കൂടിച്ചേരുന്നത്? ഓക്സിജൻ കൂടിച്ചേരുന്നത്. ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് 4 ഓക്സിജൻ തന്മാത്രകളെയോ 4 കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രകളെയോ വഹിക്കാൻ കഴിയും. അപ്പോൾ എത്രണ്ണം വഹിക്കാൻ കഴിയും? 4 ഓക്സിജൻ തന്മാത്രകളെയോ 4 കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രകളെയോ ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് വഹിക്കാൻ കഴിയും. 100 മില്ലി ലിറ്റർ രക്തത്തിൽ 12 മുതൽ 17 ഗ്രാം വരെ ഹീമോഗ്ലോബിൻ ഉണ്ടാവും. എത്ര വരെ ഉണ്ടാവും? 12 മുതൽ 17 ഗ്രാം വരെ ഹീമോഗ്ലോബിൻ 100 മില്ലി ലിറ്റർ രക്തത്തിൽ ഉണ്ടാവും. ആരോഗ്യവാനായ ഒരു പുരുഷനിൽ കാണപ്പെടുന്ന ഹീമോഗ്ലോബിൻ്റെ അളവ് എന്ന് പറയുന്നത് 100 മില്ലി ലിറ്ററിൽ 15 ഗ്രാമാണ്. അപ്പോൾ ആരോഗ്യവാനായ ഒരു പുരുഷനിൽ 100 മില്ലി ലിറ്ററിൽ 15 ഗ്രാമും സ്ത്രീയിൽ 100 മില്ലി ലിറ്ററിൽ 13 ഗ്രാമുമാണ് ഹീമോഗ്ലോബിൻ്റെ അളവ് കാണപ്പെടുന്നത്. ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ എന്ന് പറയുന്നത്. അപ്പോൾ അനീമിയ എന്ന് പറയുന്നത് എന്താണ്? ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖമാണ്. അനീമിയ എന്ന അസുഖം തടയാനായിട്ടാണ് ഈ സ്കൂളുകളിൽ അയൺ ഗുളികകളെല്ലാം വിതരണം ചെയ്യപ്പെടുന്നത്. അതിൻ്റെ പദ്ധതിയാണ് വീക്ക്ലി അയൺ ആൻഡ് ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്ന WIFS എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ ആ പദ്ധതിയുടെ പേരും പഠിച്ചു വയ്ക്കുക. അപ്പം നമ്മൾ അരുണ രക്താണുക്കളുടെ അളവ് കൂടിയാലുണ്ടാകുന്ന രോഗം പോളിസൈത്തീമിയ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് എന്ത് എന്ന് പറയുന്നത്? അനീമിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ശ്വേതരക്താണുക്കൾ. ശ്വേതരക്താണുക്കൾക്ക് നിറം എന്ന് ചോദിച്ചാൽ വെള്ള നിറമാണ്, അല്ലെങ്കിൽ നിറമില്ലാത്ത രക്താണുവാണ്, രക്തകോശമാണ് ശ്വേതരക്താണു എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കാം? അവിടെ ഹീമോഗ്ലോബിൻ ഇല്ലാത്തതിനാലാണ്. അപ്പോൾ ഹീമോഗ്ലോബിൻ ഇല്ലാത്തത് കൊണ്ട് ശ്വേതരക്താണുക്കൾക്ക് എന്തില്ല? നിറമില്ല. ശ്വേതരക്താണുവിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് എന്താണ്? ലൂക്കോസൈറ്റ് ആണ്. ശ്വേത രക്താണുവിൻ്റെ ശാസ്ത്രീയ നാമം ലൂക്കോസൈറ്റ്. അരുണ രക്താണുവിൻ്റെ ശാസ്ത്രീയ നാമം നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എറിത്രോസൈറ്റ്സ് ആണ്. അരുണ രക്താണുവിൻ്റെ എറിത്രോസൈറ്റും ശ്വേതരക്താണുവിൻ്റെ ശാസ്ത്രീയ നാമമാണ് ലൂക്കോസൈറ്റ് എന്ന് പറയുന്നത്. രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്ന രക്തകോശങ്ങളാണ് ശ്വേതരക്താണുക്കൾ എന്ന് പറയുന്നത്. ശരീരത്തിലെ പ്രതിരോധ ഭടന്മാർ എന്നറിയപ്പെടുന്നതും ഈ ശ്വേത രക്താണുക്കളാണ്. 1 മില്ലി ലിറ്റർ രക്തത്തിൽ 5000 മുതൽ 10,000 വരെ ശ്വേതരക്താണുക്കൾ കാണപ്പെടും. ഇവയുടെ ആയുർദൈർഘ്യം വളരെ കുറച്ചാണ്. 10 മുതൽ 15 ദിവസം വരെയാണ്. നമ്മൾ പറഞ്ഞു അരുണ രക്താണുക്കൾക്ക് 120 ദിവസമെന്ന് പറഞ്ഞു. പക്ഷെ ശ്വേതരക്താണുക്കൾക്ക് എത്രയേ ഉള്ളൂ? 10 മുതൽ 15 ദിവസം വരെ മാത്രമേ ആയുർദൈർഘ്യം ഉള്ളൂ.
ഇനി ശ്വേതരക്താണുക്കളുടെ അളവ് കൂടിയാൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? ലുക്കീമിയയാണ്. അരുണ രക്താണുക്കളുടെ അളവ് കൂടിയാൽ പോളിസൈത്തീമിയ. ശ്വേതരക്താണുക്കളുടെ അളവ് കൂടിയാൽ ഉണ്ടാകുന്ന രോഗമാണ് ലുക്കീമിയ എന്ന് പറയുന്നത്. ഇനി ശ്വേതരക്താണുക്കളുടെ അളവ് കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? ലുക്കോപീനിയ. കൂടിയാൽ ലുക്കീമിയ രക്താർബുദം, കുറഞ്ഞാൽ ലുക്കോപീനിയയാണ് അസുഖം. ഇനി രക്തത്തിൽ ഏറ്റവും കൂടുതലുള്ള ശ്വേതരക്താണു ഏതാണെന്ന് ചോദിച്ചാൽ ന്യൂട്രോഫിലാണ്. രക്തത്തിൽ ഏറ്റവും കൂടുതലുള്ള ശ്വേതരക്താണു ന്യൂട്രോഫിലാണ്. രക്തത്തിൽ ഏറ്റവും കുറവുള്ള ശ്വേതരക്താണു ബേസോഫിലാണ്. ഏറ്റവും വലിയ ശ്വേതരക്താണു ഏതാണ്? മോണോസൈറ്റ് ആണ്. ഏറ്റവും ചെറിയ ശ്വേതരക്താണു എന്ന് പറയുന്നത് ലിംഫോസൈറ്റ് ആണ്. അപ്പോൾ ശ്വേതരക്താണുക്കൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ശ്വേതരക്താണുക്കൾ ഏതൊക്കെയാണ്? മോണോസൈറ്റ്, ലിംഫോസൈറ്റ്, ബേസോഫിൽ, ന്യൂട്രോഫിൽ, ഈസിനോഫിൽ എന്നിവയാണ് ശ്വേതരക്താണുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മോണോസൈറ്റിന്റെ ധർമ്മം എന്താണ്? ശ്വേതരക്താണുക്കൾ എന്ന് പറയുന്നത് എന്താണ്? രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്ന രക്തകോശങ്ങളാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ രോഗപ്രതിരോധവുമായി ബന്ധപ്പെട്ടിട്ടാണ് ശ്വേത രക്താണുക്കളെല്ലാം ഉണ്ടാവുക. അപ്പോൾ മോണോസൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കുക? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുക. മോണോസൈറ്റ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുക. ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞാലോ, ലിംഫോസൈറ്റിന്റെ ധർമ്മം എന്തായിരിക്കുക? രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കും. ലിംഫോസൈറ്റ് രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കും. ബേസോഫിലോ മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുക. മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു, രക്തക്കുഴലുകൾ വികസിപ്പിക്കുകയും ചെയ്യുന്നു. മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിച്ച് രക്തക്കുഴലുകൾ വികസിപ്പിക്കുകയാണ് ബേസോഫിലിന്റെ ധർമ്മം. ഇനി ന്യൂട്രോഫിൽ ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കളും നിർമ്മിക്കുന്നു. ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുകയും ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കളും നിർമ്മിക്കുന്നത് ന്യൂട്രോഫിലാണ്. ഇനി ഈസിനോഫിലിന്റെ ധർമ്മം എന്താണ്? അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുകയാണ് ഈസിനോഫിലിന്റെ ധർമ്മം. വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. വീങ്ങൽ പ്രതികരണവുമായി ബന്ധപ്പെട്ടത് ഈസിനോഫിലാണ്. അപ്പോൾ അത് മറക്കരുത്. ഇനി നമുക്ക് പ്ലേറ്റ്ലെറ്റുകളും കൂടിയാണ് നോക്കാനുള്ളത്. എന്താ നോക്കാനുള്ളത്? പ്ലേറ്റ്ലെറ്റുകൾ. അപ്പോൾ നമ്മൾ അരുണരക്താണു പറഞ്ഞു, ശ്വേതരക്താണുകൾ പറഞ്ഞു, അവയുടെ കൂടിയാലുള്ളത്, കുറഞ്ഞാളുള്ളത്, അരിവാൾ പോലെ വളഞ്ഞാളുള്ള അസുഖങ്ങളൊക്കെ പറഞ്ഞു. ഹീമോഗ്ലോബിൻ, പ്ലാസ്മയെ കുറിച്ചും പ്ലാസ്മ പ്രോട്ടീനെ കുറിച്ചും പറഞ്ഞു. ശ്വേതരക്താണുക്കളെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്തത് പ്ലേറ്റ്ലെറ്റുകളെ കുറിച്ചാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റ്. അപ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ കെ, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജിൻ, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം പ്ലേറ്റ്ലെറ്റുകൾ. ശാസ്ത്രീയ നാമം ത്രോംബോസൈറ്റ്. അപ്പോൾ പ്ലേറ്റ്ലെറ്റിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? ത്രോംബോസൈറ്റ്. അരുണ രക്താണുവിന്റെ ശാസ്ത്രീയ നാമം എറിത്രോസൈറ്റ്. ശ്വേതരക്താണുവിന്റെ ശാസ്ത്രീയ നാമം ലൂക്കോസൈറ്റ്. പ്ലേറ്റ്ലെറ്റിന്റെ ശാസ്ത്രീയ നാമം ത്രോംബോസൈറ്റ്. പ്ലേറ്റ്ലെറ്റുകൾ രൂപം കൊള്ളുന്നത് എവിടെയാണ്? അസ്ഥിമജ്ജയിലെ കോശങ്ങളിൽ നിന്നാണ് കേട്ടോ. പ്ലേറ്റ്ലെറ്റുകൾ രൂപം കൊള്ളുന്നത് അസ്ഥിമജ്ജയിലെ കോശങ്ങളിൽ നിന്നാണ്. ഏറ്റവും ചെറിയ രക്തകോശം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് പ്ലേറ്റ്ലെറ്റുകളാണ്. ഏറ്റവും ചെറിയ രക്തകോശം പ്ലേറ്റ്ലെറ്റുകളാണ്. അരുണ രക്താണുക്കൾ നമ്മൾ പറഞ്ഞപ്പോൾ അവയ്ക്ക് മർമ്മമില്ലാത്ത രക്തകോശമാണെന്ന് പറഞ്ഞു. അതുപോലെ പ്ലേറ്റ്ലെറ്റിനും ഇവയ്ക്കും എന്തില്ല? മർമ്മമില്ല. ഇവയുടെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് ശ്വേതരക്താണുക്കളേക്കാൾ കുറവാണ്. 7 ദിവസം മാത്രമാണ് പ്ലേറ്റ്ലെറ്റുകളുടെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത്. 1 മില്ലി ലിറ്റർ രക്തത്തിൽ 2.5 ലക്ഷം മുതൽ 3.5 ലക്ഷം വരെ പ്ലേറ്റ്ലെറ്റുകൾ കാണപ്പെടുന്നുണ്ട്. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്നു. 1 മില്ലി ലിറ്റർ രക്തത്തിൽ 2.5 മുതൽ 3.5 ലക്ഷം വരെ കാണപ്പെടുന്നു. ആയുർദൈർഘ്യം എന്ന് പറയുന്നത് എത്ര ദിവസമാണെന്നാണ് നമ്മൾ പറഞ്ഞത്? 7 ദിവസമാണ് ആയുർദൈർഘ്യം വരുന്നത്. അസ്ഥിമജ്ജയിലെ കോശങ്ങളിൽ നിന്നാണ് ഇവ ഉണ്ടാകുന്നത്. ഇവ ത്രോംബോസൈറ്റ്സ് എന്ന് അറിയപ്പെടുന്നു. ഇതാണ് നമുക്ക് പ്ലേറ്റ്ലെറ്റുകളെ കുറിച്ച് പറയാനുള്ളത്. അപ്പം നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു? ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? പ്ലാസ്മ പ്രോട്ടീനുകൾ, അരുണ രക്താണു, ഹീമോഗ്ലോബിൻ, ശ്വേതരക്താണുക്കൾ ഏവയൊക്കെയാണ്? മോണോസൈറ്റ്, ലിംഫോസൈറ്റ്, ബേസോഫിൽ, ന്യൂട്രോഫിൽ, ഈസിനോഫിൽ എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു. പ്ലേറ്റ്ലെറ്റുകളെ കുറിച്ച് പറഞ്ഞു. അതിൽ പ്ലേറ്റ്ലെറ്റ് ആണ് രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? രക്തകോശം. അപ്പോൾ രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളതും കൂടി പറയാൻ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണല്ലേ. രക്തം കട്ടപിടിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്നിട്ടില്ലേ.
രക്തം കട്ടപിടിക്കൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രതിരോധ പ്രവർത്തനമാണ്. രക്തം കട്ടപിടിക്കൽ എന്ന് പറയുന്നത് ഒരു പ്രതിരോധ പ്രവർത്തനമാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മാംസ്യമാണ് ഫൈബ്രിനോജൻ എന്ന് പറയുന്നത്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മാംസ്യം ഏതാണ്? ഫൈബ്രിനോജൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ പ്ലാസ്മ പ്രോട്ടീനുകളാണ് ഫൈബ്രിനോജൻ എന്ന് പറഞ്ഞപ്പോൾ രക്തം കട്ടം പിടിക്കാൻ സഹായിക്കുന്ന മാംസ്യമാണ് ഫൈബ്രിനോജൻ. എൻസൈം, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ഏതാണ്? ത്രോംബോകൈനേസ് ആണ്. ത്രോംബോകൈനേസ് ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം എന്ന് പറയുന്നത്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ധാതു, ആവശ്യമായ ധാതു ഏതാണെന്ന് ചോദിച്ചാൽ അത് കാൽസ്യമാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം, വിറ്റമിൻസ് ഏതാണെന്ന് ചോദിച്ചാൽ ജീവകം K ആണ്. കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്നത് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ഹെപ്പാരിനാണ്. ഹെപ്പാരിൻ ഉണ്ടാക്കുന്നത് ആരാണെന്നാണ് നമ്മൾ പറഞ്ഞത്? കരളാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഹെപ്പാരിൻ ഉണ്ടാക്കുന്നത് കരളാണ് എന്ന് പറഞ്ഞു. രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തു എവിടെ? ബ്ലഡ് ബാങ്കുകളിൽ തടയുന്ന രാസവസ്തു ഏതാണ്? സോഡിയം സിട്രേറ്റ് ആണ്. നമ്മൾ ഫസ്റ്റ് രക്തത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യം എന്താ പറഞ്ഞത്? രക്തത്തിൻ്റെ ധർമ്മങ്ങൾ പറഞ്ഞു. രക്തത്തിൻ്റെ ധർമ്മം എന്താണ്? രക്തത്തിൻ്റെ ധർമ്മത്തിൽ വരുന്നത് ശരീരത്തിലുള്ള പോഷക ഘടകങ്ങളെയും ഹോർമോണുകളെയും വഹിച്ചു കൊണ്ടുപോകുന്നത് ആരാണെന്നാണ് നമ്മൾ പറഞ്ഞത്? രക്തമാണ് എന്ന് പറഞ്ഞു. ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നത് രക്തമാണ്. ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഒരേ താപനില നിലനിർത്താൻ സഹായിക്കുന്നത് രക്തമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും സംവഹനത്തിന് സഹായിക്കുന്നതും രക്തമാണ്. ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ ഏകദേശം 5 മുതൽ 6 ലിറ്റർ വരെ എന്തുണ്ടാവും? രക്തം ഉണ്ടാവും. pH മൂല്യം 7.4 ആണ്. രക്തഘടകങ്ങളിലെ സാധാരണ സ്ഥിതി നിലനിർത്തുന്നത് തലച്ചോറിലെ ഹൈപ്പോതലാമസ് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്തുന്നത് ഏതാണ്? തലച്ചോറിലെ ഹൈപ്പോതലാമസ് ആണ്. ശ്വാസകോശമാണ് രക്തം ശുദ്ധീകരിക്കുന്നത്. അരിച്ച് ശുദ്ധീകരിക്കുന്ന അവയവം ഏതാണെന്ന് ചോദിച്ചാൽ അത് വൃക്കയാണ്. ശരീരത്തിലൂടെ രക്തം 24 മണിക്കൂറിൽ 350 തവണ വൃക്കയിലൂടെ കടന്നു പോകുന്നുണ്ട്. 350 തവണ. ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്നത് എന്താണ്? പ്ലീഹയാണ്. ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ്. അപ്പോൾ നമ്മൾ പ്ലീഹയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇതിനു മുമ്പ് പ്ലീഹയെക്കുറിച്ച് എപ്പോഴാണ് പറഞ്ഞത്? അരുണ രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതുപോലെ ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ്. രക്തത്തെ പറ്റിയുള്ള പഠനമാണ് ഹെമറ്റോളജി എന്ന് പറയുന്നത്. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തം നഷ്ടപ്പെടുന്ന ജനിതക രോഗമാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. രക്തക്കുഴലിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് അതിറോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. രക്തക്കുഴലിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയാണ് ത്രോംബോസിസ്. രക്തക്കുഴൽ പൊട്ടുന്ന അവസ്ഥ എന്താണ്? ഹെമറേജ് ആണ്. രക്തക്കുഴൽ പൊട്ടുന്ന അവസ്ഥയാണ് ഹെമറേജ് എന്ന് പറയുന്നത്. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറഞ്ഞാൽ ഉണ്ടാവുന്ന പേശികളുടെ കോച്ചി വലിവാണ് ടെറ്റനി എന്ന് പറയുന്നത്. അരുണ രക്താണുക്കളുടെ അളവ് കൂടിയാൽ ഉണ്ടാകുന്ന രോഗമാണ് പോളിസൈറ്റീമിയ എന്ന് പറയുന്നത്. അരുണ രക്താണുക്കൾ അരിവാൾ പോലെ വളയുന്ന രോഗമാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ. ശ്വേതരക്താണുക്കളുടെ അളവ് രക്തത്തിൽ കൂടിയാൽ ഉണ്ടാകുന്ന രോഗമാണ് ലുക്കീമിയ, രക്താർബുദം എന്ന് പറയുന്നത്. ശ്വേതരക്താണുക്കളുടെ അളവ് കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗമാണ് ലുക്കോപീനിയ എന്ന് പറയുന്നത്. എന്താണ് ലുക്കോപീനിയ എന്ന് പറയുന്നത്? അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ രക്തഗ്രൂപ്പുകളും കൂടി പഠിക്കാനുണ്ട്. പക്ഷെ ഒരുപാട് ക്ലാസ് നീട്ടാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ ക്ലാസ്സുകളായി തരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.